നല്ല മഴയല്ലേ? ആ നല്ല ഉഗ്രം മഴയല്ലേ പെയ്തത്? അതെ അങ്കിൾ. ഇതല്ലേ ചേച്ചി, ഈ ജീവൻ രാജന്റെ വീട് ഇതല്ലേ? അത് തന്നെ. ആ ബെല്ലടിച്ച് നോക്കാല്ലേ? ബെല്ലടിച്ചു. ആരാ മനസ്സിലായില്ല? അനന്തമാഷിന്റെ മരുമോനല്ലേ? ആ അതെ. ഇത് ഞങ്ങളുടെ അങ്കിളാ. മഞ്ചാടി ചിലപ്പോഴൊക്കെ താമസിക്കാറുള്ളത് ദാസങ്ങളുടെ വീട്ടിലാ. അവനെ ജീവൻ രാജനെ എനിക്ക് നന്നായിട്ടറിയാം. അവൻ കേസ് പിൻവലിക്കുന്ന കാര്യം പറയാൻ എൻ്റെ വീട്ടിലും വന്നിരുന്നു. ആ ഇപ്പൊ മനസ്സിലായി. വാ അകത്തേക്ക് വാ, കേറ്. ആ. വരൂ, ഇരിക്കേ. രജനി കുടിക്കാൻ എടുക്കുക. ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലേ, ഞങ്ങൾ ഇരിക്കുന്നുമില്ല. അത്യാവശ്യമായിട്ട് ജീവൻ രാജനൊന്ന് കാണാനാ വന്നേ. അവൻ്റെ മുറി അതാ, ഞങ്ങൾ അവനെ അങ്ങോട്ട് പോയി കണ്ടോളാം. സാർ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നതാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ആക്ച്വലി മകൻ എന്തെങ്കിലും പ്രശ്നത്തിലാണോ? ഇല്ല സാർ, ജീവൻ അതിനുശേഷം ഒരു പ്രശ്നത്തിനും പോകാറില്ല. ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങളൊന്ന് ഇരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവൻ രാജനെ കണ്ടിട്ട് ഒരു അത്യാവശ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ കണ്ട അവൻ മുങ്ങാനിടയുണ്ട്. അതുകൊണ്ട് കുറച്ച് ധൃതി കാണിച്ചേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവനെന്തിനാ നിങ്ങളെ കണ്ടു മുങ്ങുന്നേ? അല്ലെങ്കിൽ തന്നെ ജീവൻ ഇവിടെ ഇല്ലല്ലോ, അവൻ ടൂർ പോയിരിക്കല്ലേ. എന്താണ് സാർ പ്രശ്നം? വിഷുവിനൊക്കെ അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വൈകുന്നേരം ഫ്രണ്ട്സിന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോവാണെന്ന് പറഞ്ഞ് അവൻ ഇവിടുന്ന് ഇറങ്ങിയത്. അല്ലെങ്കിൽ അതിനുശേഷം അവൻ അങ്ങനെ വിളിച്ചിരുന്നോ? ഞങ്ങളവനെ പലതവണ വിളിച്ചിട്ടും ഫോൺ റിങ് ചെയ്യുന്നല്ലാതെ അവൻ ഫോൺ എടുക്കുന്നില്ല. ജീവൻ അവന്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാ പോയത്. രാവിലെ മുറി തുറക്കുമ്പോഴാണ് ഞാനിത് കണ്ടത്. നീ പോയി ആ ഫോൺ എടുത്തോണ്ട് വാ. രഘു, അവനെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? എന്താണെങ്കിലും എന്നോട് പറ. നിങ്ങൾക്ക് ദോഷമെന്ന ഒരു പ്രവൃത്തിയും ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ദാ ഫോണ്. രഘു, ഒന്ന് വിളിച്ചു നോക്കി. അത് തന്നെയാണ്. ചിലപ്പോ ഞങ്ങൾ അന്വേഷിച്ചു വരുന്ന ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം അവൻ ഫോൺ ഇവിടെ വച്ചിട്ട് പോയത്. പിന്നെ അമ്മയച്ഛനും പോലും ഈ സമയത്ത് അവൻ വിളിക്കരുതെന്ന് അവന് നിർബന്ധമുണ്ടാവും. നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ദയവായി അവൻ ചെയ്ത് തെറ്റെന്താണെന്ന് ഞങ്ങളോട് പറ. ഇതാണ് നിങ്ങളുടെ മോൻ ചെയ്ത തെറ്റ്. രണ്ടുപേരും ആരും അറിയാതെ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞു. മഞ്ചാടി മോൾ അവള് വീട്ടിൽ തന്നെ ഇല്ലേ? അതോ അവനും അവൾ ഒരുമിച്ചാണോ പോയത്? ഏയ് അല്ലല്ല, മഞ്ചാടി ഞങ്ങളുടെ കസ്റ്റഡി തന്നെയുണ്ട്. ഇന്നലെ മുതൽ അവൾക്കും ജീവനും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്നുള്ള കാര്യം അവർക്കറിയാം. ഞങ്ങൾ ഇവിടേക്ക് വന്നത് ജീവനെയും നിങ്ങളെയും കണ്ട് ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് നല്ല രീതിയിൽ പറയാനാണ്. പക്ഷേ അവൻ മുങ്ങിയ സ്ഥിതിക്ക് നല്ല രീതിയിൽ ഇത് തീർക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. മഞ്ചാടി മാത്രം മനസ്സ് വെച്ചുകൊണ്ടല്ല, ഞങ്ങൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കോടതിയിലിരുന്ന് ജീവൻ രാജന്റെ കേസ് പിൻവലിച്ചത്. ആ ഞങ്ങളോട് അവൻ ഈ ചതി ചെയ്യരുതായിരുന്നു. ഇല്ല രഘു, നിങ്ങളുടെയൊക്കെ സമ്മതമില്ലാതെ ഞങ്ങളുടെ മകൻ മഞ്ചാടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കില്ല. ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മഞ്ചാടി അവളുടെ ബർത്ത്ഡേക്ക് ഇവിടെ വന്നിരുന്നു. വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാത്തതുകൊണ്ട് ഇവിടെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാന്ന് പറഞ്ഞാ വന്നത്.
അതിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് മോനോടും ഞങ്ങളോടും ഒക്കെ കുട്ടിക്ക് വലിയ ഇഷ്ടമാണെന്നാ. പക്ഷെ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി തീരുമെന്ന് വിചാരിച്ചില്ല. മഞ്ചാടിയുടെ കൂടെ ഇഷ്ടത്തോടെ മാത്രമേ ഇതൊക്കെ നടക്കൂന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ ഇഷ്ടം അംഗീകരിച്ചു തരാൻ തൽക്കാലം ഞങ്ങൾക്ക് കഴിയില്ല. അല്ലെങ്കിൽ അമ്മാൻ അവളെ സിംഗപ്പൂരിലേക്ക് അയച്ച് പഠിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. 1 മാസത്തിനകം അവൾ പോവുകയും ചെയ്യും. പക്ഷെ അതിന് ജീവൻ രാജ് ഒരിക്കലും ഒരു തടസ്സമാവരുത്. ഇല്ല രഘു, അവൻ ഒരിക്കലും മഞ്ചാടിയുടെ നല്ല ഭാവിക്ക് ഒരു തടസ്സമാവില്ല. ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. അതെ, നിങ്ങൾ മഞ്ചാടി പറഞ്ഞു തിരുത്തിയാൽ മതി. ഞങ്ങളുടെ മകൻ ഇനി അവളുടെ വഴി തടഞ്ഞു വരില്ലെന്ന് ഞങ്ങൾ ഉറപ്പു തരാം. ശരി, ജീവന്റെ കാര്യത്തിൽ നിങ്ങൾ തന്ന ഈ ഉറപ്പ് വിശ്വസിച്ച് ഞങ്ങൾ പോവാം. പഠിക്കാൻ മിടുക്കനായ ചെറുപ്പക്കാരൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ ഞങ്ങളുടെ കുട്ടിക്ക് മുമ്പിൽ വിലങ്ങതടിയായി ഒരു തടസ്സമായിട്ട് അവൻ വന്നാൽ പഴയ കേസിൽ തന്നെ ഞങ്ങൾക്ക് അവന് വീണ്ടും പിടുത്തേണ്ടി വരും. അങ്ങളെ അമ്മാവൻ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അറിയാതെ ഇത് തീർക്കാനാ ഞങ്ങൾ വന്നേ. അല്ല, നിങ്ങളുടെ മനസ്സ് വെച്ചത് പെട്ടെന്ന് തീർക്കണം. അതാ എല്ലാവർക്കും നല്ലത്. പോങ്ങളെ. ഇനി ഞങ്ങൾ ഇതിന്റെ പേരിൽ വീണ്ടും ഒരിക്കൽ കൂടി വരേണ്ടി വരില്ല എന്നുള്ള വിശ്വാസത്തിൽ പോവാം. ഓക്കെ, മനസ്സിലായല്ലോ? പോവാനോ? മോനെ, അമ്മൂമ്മ പാല് തരാൻ ചൂടാറട്ടോ. അല്ല, പഞ്ചരത്നത്തിൽ പോയ വിശേഷങ്ങളൊക്കെ അമ്മമ്മയോട് പറ മോനെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, നിച്ചോട്ടും പാല് കുടിക്കാണോ? നീ വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയില്ലല്ലോടാ. അവൻ കുഞ്ഞല്ലേ മോളെ. കുഞ്ഞിന് വിശന്നാലേ ആദ്യം അവൻ പാല് കുടിക്കല്ലേ വേണ്ടേ? അല്ലടേ മോനെ, ദാ കുടിച്ചു. ആ മക്കളിത് കുടിച്ചേ. ആ മോളിത് ചായ എടുത്ത് കുടിച്ചേ, അത് തണുത്തു പോവും. ദാ. മഞ്ചാടി ഇതുവരെ ഡ്രസ്സ് മാറി വന്നില്ലേ ഭാനുമേ? ഓ, അവൾക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു. ആ അതവിടെ ഇരുന്നോട്ടെ, ഞാൻ കുടിച്ചോളാം. ദാ മക്കള് കുടിച്ചേ. ഇന്ന് കോളേജ് ഇല്ലാത്തോണ്ട് ഫുൾ ടൈം മുറി അടച്ചിരിക്കാനായിരിക്കും അവളുടെ പ്ലാൻ. ഫോൺ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വേറൊന്നും വേണ്ടല്ലോ. ആ ദാ കുടിച്ചേ. ഹലോ, ഞാൻ റെഡിയായി. ശരി, ഇപ്പൊ തന്നെ ഇറങ്ങാം. എന്താ? ഡിലീറ്റ് ചെയ്തോളാം. ശരി.